നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഓം നമോ നാരായണായ. ദശകം 79 രുക്മിണി ഹരണം. ദ്രുത വിളംബിതം വൃത്തത്തിലാണ് ഈ ഒരു ദശകം രചിച്ചിരിക്കുന്നത്. രുക്മിണി സന്ദേശം കൊണ്ടുവന്ന ആ ബ്രാഹ്മണനോടുകൂടി തേരിൽ കയറി ഭഗവാൻ മുന്നിലും സൈന്യസമേതം ബലഭദ്രൻ പിന്നിലുമായിട്ട് കുണ്ടിനപുരത്തിൽ എത്തുന്നു എന്നതാണ് ആദ്യത്തെ ശ്ലോകം. ബലസമേത ബല അനുഗതഃ ബലസമേത ബലാനുഗതോ ഭവാൻ പുരം അഗാഹത ഭീഷ്മക മാനിതഃ ദ്വിജസുതം ത്വദ് ഉപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമ സാ. ബലസമേതം, ഇവിടെ ബലസമേതം എന്നതിന് സൈന്യബലം എന്നർത്ഥം. സൈന്യസമേതം ബല അനുഗതഃ, ഇവിടെ ബലരാമൻ എന്നർത്ഥം. ബലരാമൻ അനുഗമിക്കപ്പെട്ടവനായിട്ട്, ബലരാമനാൽ അനുഗമിക്കപ്പെട്ടവനായിട്ട് ഭവാൻ അങ്ങ് ഭീഷ്മക മാനിതഃ വിദർഭ രാജാവായിട്ടുള്ള ഭീഷ്മകനാൽ മാനിക്കപ്പെട്ട്. കാരണം ഭഗവാൻ രാമകൃഷ്ണന്മാർ അവിടെ കല്യാണം കാണാൻ വന്നതാണ്. വിവാഹ ഉത്സവത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ പോലും അതറിഞ്ഞ് കാണാൻ വന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഭീഷ്മകൻ അവരെ സ്വീകരിച്ചിരുത്തിയത്. അങ്ങനെ ഭീഷ്മകനാൽ സത്കരിക്കപ്പെട്ടുകൊണ്ട് പുരം അഗാഹത, ആ പുരം കുണ്ടിനപുരത്തിൽ അഗാഹത എത്തിച്ചേർന്നു. അങ്ങനെ ഈ രുക്മിണിയാകട്ടെ തലേന്ന് രാത്രി മുതലേ മട്ടുപ്പാവിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഭഗവാൻ വരുന്നുണ്ടോ എന്ന്. കാരണം ഇല്ലെങ്കിൽ നാളെ പിറ്റേന്ന് രാവിലെ കല്യാണമാണ്, എന്ത് ചെയ്യും താൻ ജീവൻ ഒടുക്കുകയേ രക്ഷയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വളരെ വിഷമത്തോടുകൂടി ഭഗവാൻ വരുന്നതൊന്നും കാണുന്നില്ല എന്ന് കണ്ട് വളരെ ദുഃഖിതയായിട്ടിരിക്കുന്ന ആ രുക്മിണിയുടെ അടുത്ത് ചെന്നിട്ട് രുക്മിണി അയച്ച ഈ ബ്രാഹ്മണൻ ത്വദ് ഉപാഗമവാദിനം, ത്വദ് അങ്ങയുടെ ഉപാഗമം വരവ്, വാദിനം പറഞ്ഞ അങ്ങ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ദ്വിജസുതം ആ ബ്രാഹ്മണകുമാരനെ സാ ആ രുക്മിണി തരസ പെട്ടെന്ന് തന്നെ ധൃതരസ അത്യധികം സന്തോഷത്താൽ പ്രണനാമ നമസ്കരിച്ചു. യഥാർത്ഥത്തിൽ ഭഗവാൻ ഒറ്റയ്ക്ക് പോകാനാണ് വിചാരിച്ചത്. രുക്മിണി പറഞ്ഞിരുന്നു സൈന്യസമേതനായിട്ടൊക്കെ വരണമെന്ന്. പക്ഷെ ഭഗവാൻ ഒറ്റയ്ക്ക് പോകാം എന്ന് തന്നെ തീരുമാനിച്ചു. ഇതറിഞ്ഞിട്ട് രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോരാനാണ് ഭഗവാൻ പോകുന്നതെന്നും അവിടെ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് ജ്യേഷ്ഠനായ ബലരാമൻ സ്വയം തീരുമാനിച്ച് സൈന്യസമേതനായിട്ട് ആ ഭഗവാനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭീഷ്മകന് ഭഗവാനെ കൊണ്ട് തന്നെയാണ് രുക്മിണിയെ കല്യാണം കഴിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചതെങ്കിൽ പോലും രുക്മിയുടെ മകനായ രുക്മിയുടെ ആ ഒരു
ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയിട്ടാണ് ശിശുപാലനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചത്. എന്നിരുന്നാൽ പോലും അവിചാരിതമായിട്ട് രാമകൃഷ്ണന്മാർ എത്തിച്ചേർന്നത് കണ്ടപ്പോൾ രാജാവിന് വളരെയധികം സന്തോഷമായി. അതുമാത്രമല്ല, അവിടെ ഒരു യാദൃശ്ചികത പറയുന്നത് ഭാഗവതത്തിൽ ഭഗവാന്റെ ഒരു ലീലയായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ ശിശുപാലനാണ് അവിടെ വരൻ. അപ്പൊ വരന് താമസിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കിയ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു, ഒരു മാളിക ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ രുക്മി ശിശുപാലനെ സ്വീകരിച്ച് മറ്റൊരു മാളികയിലേക്കാണ് കൊണ്ടുപോയത്. എന്തോ അങ്ങനെ തോന്നി, എന്തുകൊണ്ടെന്നറിയില്ല. അതേസമയം അത് ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് രാമകൃഷ്ണന്മാർ വന്നപ്പോൾ ഭീഷ്മകൻ എന്തു ചെയ്തു? അവരെ ആ ശിശുപാലനു വേണ്ടി മാറ്റിവെച്ചിരുന്ന, അതായത് വരനു വേണ്ടി മാറ്റിവെച്ചിരുന്ന ആ മാളികയിലേക്കാണ് അവരെ കൊണ്ടുപോയത് എന്ന് പറയാണ്. അപ്പൊ അത് തീർച്ചയായും ഉചിതമായ ഒരു സ്വീകരണം തന്നെ, ഒരു വരന് കിട്ടേണ്ട സ്വീകരണം തന്നെ കിട്ടി എന്നാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭഗവാൻ വരില്ലേ എന്ന് തീർത്തും നിരാശയോടെ ഇരുന്ന രുക്മിണിയുടെ അടുത്തേക്കാണ് ബ്രാഹ്മണകുമാരൻ ഓടി വന്നിട്ട് പറഞ്ഞത്, ദാ വന്നിരിക്കുന്നു, നീ ആഗ്രഹിച്ചതുപോലെ എനിക്ക് വെറും സന്ദേശം കൊടുത്തയക്കുകയല്ല, ദാ എന്റെ കൂടെ തന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സന്തോഷാധിക്യത്താൽ എന്താ ആ ബ്രാഹ്മണകുമാരന് കൊടുക്കേണ്ടത് എന്ന് അറിയാതെ രുക്മിണി ആകെ അങ്കലാപ്പിലായി എന്നാണ് പറയുന്നത്. കാരണം ഒന്നും കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവസാനം നല്ലൊരു നമസ്കാരം, അതായത് ആ നമസ്കാരത്തിൽ തന്റെ നന്ദി പ്രകടനം മുഴുവനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു നമസ്കാരം കൊടുത്തുകൊണ്ട് വളരെ സന്തുഷ്ടയായിട്ട് രുക്മിണി അങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. ദശകം 79. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഹരിശരണം. എല്ലാ മഹത്തുക്കളെയും ഗുരുക്കന്മാരെയും പൂർവികരെയൊക്കെ സ്മരിക്കണം. വേദവ്യാസനെയും അദ്ദേഹത്തിൻ്റെ അവതാരമായിരിക്കുന്ന നാരായണ ഭട്ടപാദരെയും സ്മരിക്കണം. കുടുംബദേവത, പരദേവത, ഗ്രാമദേവത അവരെയൊക്കെ സ്മരിക്കണം. 89-ാം ദശകമാണ് നമ്മൾ തുടങ്ങുന്നത്. ശ്രീമന്നാരായണീയത്തിലെ പ്രധാനപ്പെട്ട ദശകങ്ങളിൽ ഒന്നാണ് 79-ാം ദശകം. അതിനെ രുക്മിണീഹരണം എന്നോ രുക്മിണി സ്വയംവരം എന്നോ പറയാം. എന്താണ് ഈ സ്വയംവരം എന്ന് ചോദിച്ചാൽ, ഒരു ജീവാത്മാവ് സ്വയം വരിക്കേണ്ടത് പരമാത്മാവായിരിക്കുന്ന ഭഗവാനെയാണ് എന്ന ഒരു തത്വം അതിലുണ്ട്. നമ്മുടെ ആജന്മബന്ധുവായിരിക്കുന്ന ഭഗവാനെ സദാ ഉള്ളിൽ സ്ഥാപിച്ചുകൊണ്ട്, ഉള്ളിലുള്ള ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കാൻ ഉള്ളൊരു നിർദ്ദേശം ഈ സ്വയംവരം എന്നതിൽ ഉണ്ട് എന്ന് വേണം ധരിക്കാനായിട്ട്. അതുമാത്രമല്ല, വിവാഹപ്രായമായ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ വിവാഹം മംഗളമായിട്ട് നടക്കാൻ ഈ 79-ാം ദശകം ഉപാസിക്കുന്നത് നല്ലതാണ്. അവരുടെ മാതാപിതാക്കളായാലും ആ കുട്ടികളായാലും. അതുകൂടാതെ വിവാഹത്തിൻ്റെ തലേദിവസം ഈ 79-ാം ദശകം പാരായണം ചെയ്തും ഉപാസിച്ചും വധുവിനെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനൊരു മാലയിടിക്കുക, അതുപോലെ വരനെ കൊണ്ട് ഭഗവാൻ പാദത്തിൽ പൂവിടിച്ച് പ്രാർത്ഥിപ്പിക്കുക, ദാമ്പത്യം നന്നാവാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ദശകത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നത്. നമ്മളൊക്കെ അത് നിർദ്ദേശിക്കാറുണ്ട്. 1-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. 79-ാം ദശകത്തിലെ
78-ാം ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ്. ബ്രാഹ്മണനോടുകൂടി അല്ലെങ്കിൽ ബ്രാഹ്മണനെ തൻ്റെ കൂടെ ചേർത്ത് രഥത്തിലെ ഭഗവാൻ അതിവേഗത്തിൽ യാത്ര ചെയ്യുന്നതും വിദർഭയിലെത്തുന്നതും. ആരോടെങ്കിലും യാത്ര ചോദിച്ചതായി പറയുന്നില്ല. ഇവിടെ സഹോദരന്മാരുടെ മനസ്സിൻ്റെ ഐക്യം ഇവിടെ കാണാം. ഭഗവാൻ പോയപ്പോൾ ബലരാമൂർത്തി ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. പണ്ട് നാരദൻ വന്ന് പറഞ്ഞ കഥകളും അതുപോലെ ബ്രാഹ്മണൻ്റെ വരവും എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് രുക്മിണി സ്വയംവരത്തിൻ്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നതെന്നും ശ്രീകൃഷ്ണനെയാണ് രുക്മിണി വരിച്ചിരിക്കുന്നതും എന്ന ഒരു സൂചന ബലരാമൂർത്തിക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം സൈന്യസമേതനായി തന്നെ വിദർഭയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. വളരെ രസകരമായൊരു സംഭവമാണത്. അങ്ങനെ സൈന്യസമേതനായി ബലരാമൂർത്തി വിദർഭയിലേക്ക് പോയി. ഭഗവാനും ബ്രാഹ്മണനും വിദർഭയിലെത്തി. അവിടെ ചെല്ലുമ്പോഴാണ് അത്രേ കഥയുടെ ഒരു രസം എന്ന് പറയാം ഏട്ടനെ കണ്ടത്. അപ്പോൾ ചോദിച്ചു, ഏട്ടനെപ്പോഴാണ് എത്തിയത്? അപ്പോൾ പറഞ്ഞു, നിൻ്റെ പുറപ്പാട് കണ്ടപ്പോഴേ മനസ്സിലായി നീ രുക്മിണിയെ വരിക്കാൻ വിദർഭയിലേക്ക് വരുന്നുള്ളത്. പക്ഷേ ഈ വിദർഭ രാജ്യം ഇപ്പോൾ ഈ വിവാഹ മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ ശത്രുക്കൾ ഉള്ള സന്ദർഭമാണ്. രുക്മി, ജരാസന്ധൻ, ശിശുപാലൻ, പൗണ്ഡ്രിക, വസുദേവൻ എന്ന് തുടങ്ങിയിട്ടുള്ളതായ ശത്രു സമൂഹം അവിടെ ഉണ്ട്. അപ്പോൾ ആ എതിർപ്പിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നീ രുക്മിണിയും കൊണ്ട് പൊക്കോളൂ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന തരത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട് ബലരാമൂർത്തി. ഇവിടെയാണ് സഹോദര സ്നേഹത്തിൻ്റെ ഒരു നല്ല വശം നമ്മൾ കാണുന്നത്. വിദർഭ രാജ്യത്തെത്തിക്കഴിഞ്ഞ ഭഗവാനെ വളരെ ആദരവോടുകൂടി തന്നെ രുക്മിണിയുടെ പിതാവായിരിക്കുന്ന ഭീഷ്മക മഹാരാജാവ് സ്വീകരിച്ച് ഒരു കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു. പറയുന്നത് ഭീഷ്മക രാജാവിനും ഉള്ളുകൊണ്ട് രുക്മിണിയെ ശ്രീകൃഷ്ണൻ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിവിടെ ഒരിക്കലും സൂചിപ്പിക്കുന്നില്ലെങ്കിൽ കൂടിയിട്ടും അതുകൊണ്ടാണ് ആദരവോടുകൂടി സ്വീകരിച്ചതും. അത് മാത്രമല്ല പറയണത്, ആ പ്രതിശ്രുത വരന് താമസിക്കാൻ നിശ്ചയിച്ച ബംഗ്ലാവിലാണ് ശ്രീകൃഷ്ണൻ താമസിച്ചതെന്നും പറയുന്നു. അദ്ദേഹത്തെ കണ്ടാൽ ആർക്കാണ് അതൊന്നും തോന്നാത്തത് എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ഭീഷ്മരാജാവിൻ്റെ ആ ഒരു ആദരവും സ്വീകരണമൊക്കെ കൈക്കൊണ്ട് ഭഗവാൻ അവിടെ ചെന്ന് ചേർന്നു, അവിടെ കൂടി. ഇവിടെ തൻ്റെ ദൂതനായി പോയ ബ്രാഹ്മണൻ വന്നിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് അന്തപുരത്തിൽ വിഷമിച്ച് നടക്കുകയാണ് രുക്മിണി ദേവി. എന്തായി എന്നറിയില്ല, കടലൊക്കെ കടന്നു പോകേണ്ടതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പ്രസന്നവദനായിട്ട് ബ്രാഹ്മണൻ വന്ന് രുക്മിണിയോട് പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട രുക്മിണി ദേവി, ഞാൻ എൻ്റെ കൂടെ തന്നെ ഭഗവാൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇവിടെ. ഇത് കേട്ടോടുകൂടി തന്നെ ദൂതനായിട്ട് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെയാണ് ആ ദൂതൻ്റെ മിടുക്ക്, ഭഗവാനെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എത്ര സാമർഥ്യം, എത്ര ആത്മാർത്ഥത ആ പ്രവൃത്തിയിൽ ആ ബ്രാഹ്മണനുണ്ടായിരുന്നു എന്നും കൂടി നമുക്ക് ആലോചിക്കാം. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അവതാരമായിരിക്കുന്ന രുക്മിണി ദേവി ആ ബ്രാഹ്മണനെ നമസ്കരിക്കുകയാണ് അവിടെ എല്ലാ ഉപചാരങ്ങളോടും കൂടിയിട്ട്.
ലക്ഷ്മി ദേവി നമസ്കരിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും കിട്ടും. അതേ ലക്ഷ്മി ദേവി നമസ്കരിച്ചാലത്തെ കഥ എന്താ? മറ്റ് ഒരു പാരിതോഷികവും കൊടുത്തിട്ടില്ല. പല കാരണവും പറയുന്നുണ്ട്. സാക്ഷാത് പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുവന്ന ബ്രാഹ്മണനോടുള്ളതായ ഭക്തി ഒരു ഭാഗത്ത്, ഏൽപ്പിച്ച ദൗത്യം വിജയിപ്പിച്ചു വന്നതിൻ്റെ സന്തോഷം വേറൊരു ഭാഗത്ത്, പിന്നെ എല്ലാ ഐശ്വര്യവും ആ ബ്രാഹ്മണൻ ഉണ്ടാവണം എന്നുള്ളതായ അനുഗ്രഹഭാവവും വേറൊരു ഭാഗത്ത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മാർത്ഥതയും അതുപോലെ സതുദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉറപ്പാണ്. അങ്ങനെയാണ് രുക്മിണീ ദേവി സ്വീകരിച്ചത്. ബ്രാഹ്മണനെ സമാധാനമായി, ബ്രാഹ്മണന് സന്തോഷമായി, എല്ലാ ഐശ്വര്യവുമായി. ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ ഇവിടെ ലക്ഷ്മി ദേവി നമസ്കരിച്ചു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എല്ലാമായി. അതാണ് കർമ്മശുദ്ധി, ചിന്താശുദ്ധി, ഉദ്ദേശശുദ്ധി. ഇതൊക്കെ പ്രധാനമാണ്. അതിൽ ഈശ്വരീയമായൊരു ഭാവവും കൂടി ഉണ്ടെങ്കിലോ ഗംഭീരമായി എന്നർത്ഥം. എല്ലാവർക്കും അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം.